സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല മഞ്ജുളൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഈസി ക്വസ്റ്റ്യൻസ് മഞ്ജുളന്റെ നിഘണ്ടുവിലേ ഇല്ല. ഒരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ? ചോദിക്കാൻ എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. ദിലീപേണ്ട അടുത്ത് കുസൃതി എന്നല്ല കുനിഷ്ടുന്ന ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ശ്രദ്ധിക്കാം. കേരളത്തിൽ ഈസ്റ്റർ എപ്പോഴും സൺഡേ ആകുവാനുള്ള കാരണം എന്തുകൊണ്ട്? ഞാൻ പറയാം. ഇത് ക്രിസ്ത്യൻസ് സൗകര്യത്തിന് വെച്ചായിരിക്കും. പണ്ട് തുടങ്ങിയ അല്ല, എന്നാ അതല്ല എന്റെ ഉത്തരം. എല്ലാം വിശദമായിട്ട് പറഞ്ഞു മനസ്സിലാക്കടാ. ദുഃഖവെള്ളി എപ്പോഴും വെള്ളിയാഴ്ചയല്ലേ? അപ്പൊ 3 ദിവസം കഴിഞ്ഞിട്ടല്ലേ കർത്താവ് ഉയർത്തെഴുന്നേൽക്കുള്ളൂ. അത് ഞായറാഴ്ചയായി പോവും. അതാണ് സംഭവം. ഗുരുവേ നമസ്കരിക്കുന്നു. എന്നെ അവിടുത്തെ ശിഷ്യനായി അംഗീകരിക്കണം. സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോ അപ്പൊ അത് കണക്കാക്കിയിട്ടാണ്. അപ്പൊ ആദ്യം ഒരു തീരുമാനിച്ച് നമുക്ക് ഒഴിവ് കിട്ടുന്നത് ഞായറാഴ്ചയാണ്. അപ്പൊ അതിന്റെ 3 ദിവസം ബാക്ക് എടുക്കും. അങ്ങനെയാണ് അവര് ഫിക്സ് ചെയ്തത് ദുഃഖവെള്ളി. അപ്പൊ അത് ഇത് ഓക്കെ, അതാണ് അതിന്റെ നടന്നിരിക്കുന്നത്. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്, ചെലപ്പോ ഫലിച്ചേക്കും. മനസ്സിലായി? അത് ഇപ്പൊ തുടങ്ങിയല്ല, അത് പണ്ട് ബൈബിളിന്റെ സമയത്തോട്ട് അന്ന് തീരുമാനിച്ചാണ് ഈ വിഷയം. ഇയാൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നതാണ് നല്ലത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഫാദർ, ഇവനെ കൊണ്ട് അക്ബർ ചക്രവർത്തി റോഡ് സൈഡിൽ തണൽ മരണങ്ങളോ റോഡ് സൈഡിൽ തണൽ മരങ്ങൾ നടുവാനുണ്ടായ കാരണമെന്ത്? നല്ല ചോദ്യം. അന്ന് ചിലപ്പോ എന്തെങ്കിലും പണിയൊന്നും ഇല്ലാണ്ടിരിക്കുന്ന ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. ഒരുമാതിരി അരിവർത്ത വർത്താനം എന്നോട് പറയരുത്. എന്നാ അതല്ല ഞങ്ങൾ പറയാൻ ഉദ്ദേശം, റോഡിന്റെ സൈഡിലല്ലേ നടാൻ പറ്റൂ, നടാൻ പറ്റില്ലല്ലോ. അയ്യന്റെ മോനെ, അങ്ങനെ പറയരുത്. നടുക്ക് എത്രയോ മരങ്ങളുണ്ട്. റോഡിന്റെ നടുക്ക് റോഡിന്നല്ലേ പറഞ്ഞോളൂ. അത് പറയരുത് റിമി, കാരണം റോഡിന്റെ നടുക്ക് എത്രയോ മരങ്ങളുണ്ട്. മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം സംസാരിക്കാൻ. അതെ, ഞാൻ അപ്പളേ പറഞ്ഞു ഒരാളെ ഒറ്റയ്ക്ക് കൊണ്ടുവന്നാൽ ഇവരെ പോലുള്ള ഇങ്ങനത്തെ ബുദ്ധിജീവികളെ രണ്ടുപേരെ, ഇവരെപ്പോഴും രണ്ടുപേരെ അവർക്ക് ശക്തി കൂടും. ഞാൻ ഒറ്റയ്ക്കുള്ളൂ, നിങ്ങൾ അത് മനസ്സിലാക്കണം. ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ഒരു 8-8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നമ്മൾ റോഡ് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് റൗണ്ട് ഔട്ട് അല്ലെ, നടുക്ക് ഫൗണ്ടൻ വരെ വെക്കുന്നുണ്ട്. മരങ്ങള്, ഫൗണ്ടൻ. അടുത്ത ചോദ്യം. കൊതുകുകൾ വെള്ളത്തിന് മുകളിൽ പറക്കുന്നത് എന്തുകൊണ്ട് റാഫിക്ക? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ചിറകുകൊണ്ട് ഒന്ന് വേണേ അങ്ങനെ എടുക്കാം. പിന്നെ വെള്ളത്തിന് അടി കൂടി പോയി മീൻ പിടിച്ച് തിന്നും. 2. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ചോദ്യം ഞാൻ, കൊതുകിന് നീന്താൻ അറിയില്ലല്ലോ. ചൂടാവരുത്. ഏത് നിമിഷവും ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. കൊതുക് മുട്ടയിടുന്നത് വെള്ളത്തിലാണ്. കഥയിൽ ചോദ്യമില്ല, അത് മാത്രമല്ല ഇവിടെ വർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. ഈ കൊതുകിന് നീന്താൻ അറിയാൻ പറ്റുമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സമയമില്ല. കൊച്ചിയിൽ നമ്മൾ ആൾക്കാർ ഈ വർത്തമാനം പറയാൻ പാടില്ല. ഗ്യാസ് എടുത്തോണ്ടല്ല അല്ല, ഒരു അബദ്ധം പറ്റിയതാ. കളിക്കല്ലേ. സാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്.